ചിലർ വിശ്വാസമുണ്ട്, പക്ഷെ പ്രയത്നമില്ല. ചിലർക്ക് പ്രയത്നമുണ്ട്, വിശ്വാസമില്ല. ഒരു വള്ളത്തിൽ 2 തുഴയുണ്ടായിരുന്നു. ഒരു തുഴയിലിരിക്കുന്ന വിശ്വാസം എന്നാണ്, ഒരു തുഴ പ്രയത്നം എന്നിട്ടിട്ടുണ്ട്. ഒരാൾ കയറിയിട്ട് വിശ്വാസത്തിൽ മാത്രമേ ഇങ്ങനെ തുഴയുക, ആ തുഴ മാത്രമേ തുഴയപ്പോൾ ഈ വള്ളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. അതിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. വേറൊരാൾ കയറിയിട്ട് പ്രയത്നമാകുന്ന തുഴയ്ക്കകത്ത് ഇത് മാത്രം വെച്ചുകൊണ്ട് തുഴയുക, അപ്പോഴും ഈ വള്ളം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വേറൊരാൾ കയറി വിശ്വാസവും പ്രയത്നവും രണ്ടും എടുത്ത് തുഴയാൻ തുടങ്ങിയപ്പോൾ മുന്നോട്ട് പോവാണ്. അപ്പം രണ്ടും നമുക്ക് ആവശ്യമാണ്, വിശ്വാസവും നമ്മളിൽ പ്രയത്നവും ആവശ്യമാണ്. ഡോക്ടറുള്ള വിശ്വാസം കൊണ്ട് മാത്രം രോഗം തീരാമെന്നില്ല. മരുന്ന് കൂടി കഴിക്കണം, പഥ്യം ഉണ്ടാകണം. ഷുഗർ രോഗി മരുന്ന് കഴിച്ചാൽ മാത്രം ഷുഗർ ചെയ്യത്തില്ല, പിന്നെ പഥ്യം കൂടി വേണം. ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് കുഴി വീണ് ദൈവം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ആസനം എടുത്ത് മലയുടെ മുകളിൽ ചെന്നിട്ട് ധ്യാനിക്കുക, വണ്ടി പൊക്കിത്തരണേ. അവൻ കണ്ടിട്ട് ധ്യാനിക്കും, പിന്നെയും തുറന്ന് നോക്കും, വണ്ടി പൊങ്ങിപ്പോ കുഴിന്ന് മാറിയില്ല. അപ്പോഴാണ് അശ്വരി കേട്ടത്, നീ ആ വണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടി തെല്ല് കുഴിന്ന് പൊക്കോ. വിശ്വാസം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഭാഗത്തെ പ്രയത്നം ഉണ്ടാകും. ഇത് പ്രയത്നമൊന്നുമില്ല, ഞാൻ വിശ്വാസമില്ല ഈശ്വരൻ്റെ. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ടല്ലോ, എല്ലാ ജോലിയും കഴിഞ്ഞ് സമയം കിട്ടി വന്ന് പോയി കുറേ പരാതികളും തിരിച്ചു വന്നു 10 രൂപ നേർച്ച ഇടും. കണ്ണ് കാണാത്ത ഈശ്വരന് 10 രൂപയുടെ എണ്ണ കൊണ്ട് കണ്ണ് കാണട്ടെ. ചെവി കേൾക്കാത്ത ഈശ്വരന് 10 രൂപയുടെ വെടിക്കെട്ട് കൊണ്ട് ചെവി കേൾക്കട്ടെ. ചെവി കേട്ടിട്ട് എനിക്ക് കാര്യം സാധിച്ചു തരട്ടെ. ഇതാണ് നമ്മളുടെ വിശ്വാസം. വേണ്ടെന്നല്ല, ആ പൈസ കൊണ്ട് അത്ര പേര് ജീവിക്കുമായിരിക്കും, അതൊരു ദാനമാണ്, പൊട്ടെ. പക്ഷേ നമ്മുടെ നല്ല പ്രവൃത്തിയാണ് നമുക്ക് വേണ്ടത്. അല്ലോ ഈശ്വര, എൻ്റെ ചിന്ത കൊണ്ട്, നോട്ടം കൊണ്ട്, സ്പർശം കൊണ്ട് ആർക്കും ഉദ്രവില്ലാത്ത മനസ്സിനെ തരണേ എന്നുള്ളതാണ്. അതാണ് ശരിയായ പ്രാർത്ഥന. അവിടത്തേക്ക് നമ്മൾ ഉണരണം. അഹങ്കാരമില്ലാത്ത പ്രയത്നത്തിലാണ് കൃപ വരുന്നത്. നമുക്കല്ലാത്തൊരു കർമ്മം, അതാണ് നമുക്ക് വേണ്ടിയുള്ളത്. അതാണ് ഒഴുക്ക്, അത് നമുക്ക് വേണ്ടിയുള്ളത്. അതായത് നമ്മൾ വിത്തുണ്ടെങ്കിലും മരുഭൂമി കിടക്കുന്നവരാണ്, അല്ലെ പാറപ്പുറത്തിരിക്കുന്നവരാണ്. അപ്പോൾ ആ വിത്ത് മുളയ്ക്കാൻ കാരുണ്യത്തിന് ജലം വീണാലേ മുളയ്ക്കുള്ളൂ. അപ്പം കാരുണ്യം വരുമ്പോഴാണ് നമ്മളുടെ വിത്ത് പൊട്ടുന്നത്, ആ ജലം വീണ് മുളയ്ക്കുന്നത്. അപ്പം ആ ഒരു ഭാവമാണ് ശരണാഗതിയോടുകൂടി, ആ ഒരു കാരുണ്യത്തിൻ്റെ ഭാവം. അപ്പം എല്ലാത്തിലും കാരുണ്യത്തിലാണ് പ്രപഞ്ചം നിൽക്കുന്നത്. എല്ലാത്തിലും ഈശ്വരനെ കണ്ട് പോകുന്നില്ല. അതാണ് ശിബിയുടെ കഥ. പകുതി ശരീരം ദാനം ചെയ്തപ്പോൾ മറ്റേ ശരീരത്തിൽ ഒരു കണ്ണ് കരയുകയാണ്. ഇത് പകുതി ശരീരം കൊടുത്തുകൊണ്ടാണ് അങ്ങ് കരയുന്നത്. അല്ലല്ല, ഇത് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നാണ് കരഞ്ഞത്. എന്ന് വെച്ചാൽ രണ്ടില്ല, ഒരാത്മാവേ ഉള്ളു. തന്നെ പോലെ മറ്റുള്ള കണ്ട് സ്നേഹിക്കുക, സേവിക്കുക, ആ ഒരു ഭാവത്തേക്ക് ഉണർവ്, എഴുന്നേൽക്കുക. ഇങ്ങനൊരു തത്വത്തിലേക്കാണ് ഗുരുക്കന്മാർ ജീവിക്കുന്നത്. വലതേക്ക് വേദനിച്ച് ഇടതേലുണ്ടെന്ന പോലെ തൻ്റെ വെല്ല് കണ്ണിത്തിട്ട് വെല്ലേയും കണ്ണിനെ ആശ്രയിക്കും. തൻ്റെ കണ്ണ് തന്നെ വെല്ലാകുമ്പോൾ പിന്നെ വെല്ലിനെ കുറ്റപ്പെടുത്തി തന്നെ വെട്ടിക്കളയാൻ പറ്റത്തില്ല. രണ്ടിനെ ആശ്വസിപ്പിക്കുന്ന പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും, അതാണ് നമ്മളെ മുന്നോട്ട് ഗമിക്കുന്നത്.